നമ്മുടെ അഡൽട്ട്ഹുഡിൽ കണ്ടുവരുന്ന പല ബിഹേവിയേഴ്സും നമ്മുടെ ചൈൽഡ്ഹുഡ് ട്രോമയിൽ നിന്ന് ഡെവലപ്പ് ആവുന്നതാണ്. ആക്ച്വലി എന്താണ് ട്രോമ? ട്രോമ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇവൻറ്റ് നടക്കുന്ന സമയത്ത് ആ ഇവൻറ്റ് നമുക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല, നമ്മൾ അൺസേഫായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. നമുക്കവിടെ പ്രത്യേകിച്ച് ചോയ്സ് ഒന്നുമില്ല മേക്ക് ചെയ്യാൻ. നമ്മൾ പറയില്ല നമ്മൾ ട്രാപ്ഡ് ആണ്, അല്ലെങ്കിൽ നമുക്കവിടെ വേറെ ഹെൽപ്ലെസ്നെസ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു സിറ്റുവേഷനിൽ നമുക്കുണ്ടാവുന്ന സൈക്കോളജിക്കൽ എക്സ്പീരിയൻസ് എന്താണ്, നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ അതെങ്ങനെയാണ് ബാധിക്കുന്നത്, നമ്മൾ എത്രത്തോളം അതിൽ ഓവർവെൽംഡ് ആവുന്നുണ്ട്, ഈ പറയുന്ന നമ്മളുടെ ഇൻറ്റേർണൽ എക്സ്പീരിയൻസ് ആണ് ട്രോമ. അതായത് പുറത്ത് നടക്കുന്ന ഇവൻ്റ് അല്ല, അത് കാരണം ഉണ്ടാവുന്ന ഇൻറ്റേർണൽ എക്സ്പീരിയൻസ് ആണ് ട്രോമ എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ ഇവൻറ്റിന് രണ്ടാളുകൾക്ക് രണ്ട് ഇൻറ്റേർണൽ എക്സ്പീരിയൻസസ് ആവാം. ചിലപ്പോൾ ഒരാൾ ട്രോമറ്റൈസ്ഡ് ആവാം, മറ്റേ ആൾ അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പം ഇത് ഡെവലപ്പായി കഴിഞ്ഞാൽ നമ്മളുടെ പിൽക്കാലത്ത് നമ്മൾ ഇതിനെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്? ഡെഫിനറ്റ്ലി നമ്മളത് ബാധിക്കും. എസ്പെഷ്യലി നമ്മളുടെ ക്ലോസ് റിലേഷൻഷിപ്സിലാണത് എഫക്റ്റഡ് ആയിട്ട് വരാം. ബട്ട് ട്രോമ എന്ന് പറയുമ്പം പലതരത്തിലുള്ള ട്രോമയുണ്ട്. എസ്പെഷ്യലി നമ്മൾ ചൈൽഡ്ഹുഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യപ്പെടുന്ന രൂപത്തിലുള്ള എൻവയോൺമെൻറ്റിലാണെങ്കിൽ അതൊരു തരത്തിലുള്ള ട്രോമയാണ്. ഇമോഷണൽ അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ്, സെക്ഷൽ അബ്യൂസ്, ഇനി നമുക്ക് വളരെ ക്ലോസ് ആയിരുന്ന ആരെങ്കിലും നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നത്, അബാൻഡൻ ചെയ്തു പോകുന്നത്, ഇങ്ങനെയുള്ള എക്സ്പീരിയൻസസ് എല്ലാം പലതരത്തിലുള്ള ട്രോമയുടെ കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ കുഞ്ഞിലേ തൊട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകൾക്ക് അഡൾട്ട് ലൈഫിലേക്ക് വരുമ്പോൾ അതൊരു രീതിയിൽ ബാധിക്കാം. അതുപോലെ കുഞ്ഞിലേ മാത്രമല്ല നമ്മൾ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസിലൂടെ കടന്നു പോവുക, വലുതാവുമ്പോഴും ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ വലുതാവുന്ന സമയത്ത് നമുക്ക് ആ സിറ്റുവേഷനെ കുറച്ചുകൂടെ അനലൈസ് ചെയ്യാനുള്ള ലോജിക്കൽ ബ്രെയിൻ വർക്കായിട്ടുണ്ടാവും. നമ്മുടെ ബ്രെയിൻ ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അഡൾട്ട് ലൈഫിൽ ആ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ഇതുകൊണ്ടാണ് ഇങ്ങനെ, വേറെ ഓപ്ഷൻ ഇല്ല, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ അനലൈസ് ചെയ്തിട്ട് നമുക്കതിനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ആ ഇൻറ്റേർണൽ എക്സ്പീരിയൻസ് കുറച്ച് ഡിഫറെൻ്റ് ആവും. പക്ഷെ കുട്ടി ആയിരിക്കുമ്പോൾ കുട്ടി എന്ത് ഡയറക്ഷനിൽ ചിന്തിക്കും എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഇല്ല. എന്ത് രീതിയിലും ചിന്തിച്ച് പോവാം. അപ്പോൾ ആ കുട്ടിക്ക് അത് ഒരു ട്രോമ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് പോലും പാരൻസ് അൺഅവെയർ ആയി പോവാറുണ്ട്.